ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാനിന്ന് സങ്കീർത്തനമാണ്. ഇന്ന് 149 സങ്കീർത്തനം വായിച്ചിട്ട് എല്ലാവരും കൂടെ എഴുന്നേറ്റ് ഇന്ന് വായിച്ചിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്കിരിക്കാം. 149 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവീൻ. സീയോൻ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിന് എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ അവൻ്റെ സർവജ്ഞന്മാർക്കും ബഹുമാനമാകുന്നു. യഹോവയെ സ്തുതിപ്പീൻ. എല്ലാവർക്കും ഇരിക്കും. ഈ 146 മുതൽ 149 സങ്കീർത്തനം വരെ യഹോവയെ സ്തുതിപ്പീൻ എന്ന് തുടങ്ങി യഹോവയെ സ്തുതിപ്പീൻ എന്ന് അവസാനിക്കുന്ന ഈ 4 സങ്കീർത്തനങ്ങളാണ്. 146, 147, 148, 149. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിനെ ഒരു സ്തുതിയുടെ സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പശ്ചാത്തലമായിട്ട് പറഞ്ഞാൽ എനിക്കിതേ അറിയുള്ളൂ. നമുക്ക് ആദ്യമായിട്ടൊന്ന് വായിക്കാം. ഈ സങ്കീർത്തനത്തിനെ 2 ഭാഗങ്ങളായിട്ട് ഞാൻ ഭാഗിച്ചിട്ടുണ്ട്. 2 ഭാഗങ്ങളായിട്ട് 1 മുതൽ 5 വരെ സ്തുതിക്കുവാനുള്ള ഒരു പ്രബോധനമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയത്. രണ്ടാമത് 6 മുതൽ 9 വരെ ശത്രുക്കളുടെ മേൽ ന്യായവിധി നടത്തുവാനുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് ഇതിൽ മനസ്സിലായിട്ടുള്ളത്. നമുക്ക് 1 മുതൽ 5 വരെയുള്ള സങ്കീർത്തനം ഒന്ന് വായിക്കാം. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവരിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പിനോടും കിന്നരത്തോടും കൂടി അവനെ കീർത്തനം ചെയ്യട്ടെ. യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു. താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. ഇതിൽ പറയുന്ന യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവീൻ എന്ന് പറയുന്നു. യഹോവയ്ക്ക് ഒരു പുതിയ, നമ്മളിപ്പോൾ ഇന്നലെ വരെ പാടിയ പാട്ടല്ല വേണ്ടത്. ദൈവത്തിന് അതല്ല വേണ്ടത്. നമുക്ക് ഈ സെക്കൻഡ് വരെ ദൈവം നമുക്ക് ചെയ്ത നന്മകൾ കൊണ്ടുള്ള ഒരു പാട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നമ്മുടെ പൊസിഷനെ മറന്നിട്ട്, നമ്മൾ ആലയത്തിൽ വന്നാൽ നമുക്ക് പൊസിഷനുകളെ മറിഞ്ഞിട്ട് നമ്മൾ ഇത്ര ശമ്പളം മേടിക്കുന്നു അല്ലെ ഇത്ര ഇതാണെന്ന് നമ്മൾ ഓർക്കണ്ട. നമ്മുടെ പൊസിഷനെ മറിഞ്ഞിട്ട് നമുക്ക് ദൈവത്തിന് മുമ്പാകെ നമുക്ക് കീർത്തിക്കുക എത്ര വേണ്ടത്, പാട്ട് പാടുക എത്ര വേണ്ടത്. അതാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ പാട്ടെന്ന് പറയുന്നത്. ദൈവം മുൻപാകെ പുതിയൊരു പാട്ട്. അതാണ് സഭയിലെ നമ്മളിവിടെ വരുമ്പോൾ പാസ്റ്റർ പറഞ്ഞാലേ അല്ലെ ഇവിടെ വന്ന് നമ്മളെ പാടുകയോ അല്ലെ കൈകൊട്ടുകയോ ഒക്കെ ചെയ്യുന്നുള്ളൂ. അതല്ല വേണ്ടത്. നമ്മൾ ആലയത്തിൽ വരുമ്പോൾ നമുക്ക് ഇന്നയോളം ചെയ്ത നന്മകളെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക എത്ര വേണം, ദൈവത്തോട് പറയുക എത്ര വേണ്ടത്. പുതിയ പാട്ട്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പാട്ട് സങ്കീർത്തനക്കാര്. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവരിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ എന്ന് പറയുന്നു. നമ്മെ ഉണ്ടാക്കിയത് നമ്മളുടെ ദൈവമാണ്. നമുക്കറിയാമല്ലോ. 100-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, 100-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മൾ സന്തോഷത്തോടെ യഹോവയിൽ ആനന്ദിപ്പീൻ. സന്തോഷത്തോടെ നമ്മുടെ ഇന്നലകളെ വരെ അല്ല ഇന്നു വരെയുള്ള നന്മകളെ ഓർത്ത് ദൈവത്തോട് പറയുക, അല്ല ദൈവത്തിൻ്റെ ഒരു പുതിയ പാട്ടായിട്ട് പാടുക എത്ര വേണം. നമ്മളെ ഉണ്ടാക്കിയവനായ നമ്മുടെ ദൈവം. അതിൽ പറയുന്നുണ്ട്, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക എന്ന് പറയുന്നു. നമ്മെ നിർമ്മിച്ചതാരാ? നമ്മെ ഉണ്ടാക്കിയവനാരാ? നമ്മുടെ യഹോവയാകുന്നു. അവൻ്റെ മുൻപിൽ നമ്മൾ മുട്ടുകുത്തുക എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മരിച്ച ലാസറിന് 4 ദിവസമായിട്ടും ഉയർപ്പിച്ച ദൈവത്തിന് നമ്മുടെ ഈ അന്ധകാരമായ ശക്തിയെ ഉയർപ്പിക്കാനുള്ള ശക്തിയുണ്ട് നമ്മുടെ ദൈവത്തിന്. 4 ദിവസമായ ലാസറിനെ ഉയർപ്പിച്ചവനാണ് നമ്മളുടെ ദൈവം. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയെ ഉണ്ടാക്കിയവൻ അവയെ പോലെ ആകുന്നു. അങ്ങനെയുള്ളവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മൾ സംസാരിക്കുന്നവനാണ്, ചെവിയുള്ളവനാണ്, കണ്ണുള്ളവനാണ്. അതായത് എന്നാൽ നമ്മെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും നൽകുന്നു. സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ അത്ര നാം നിൽക്കേണ്ടത്.
മൂന്നാമത്തെ അതായത് എങ്ങനെ സ്തുതിക്കണമെന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്. എങ്ങനെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. നൃത്തം ചെയ്ത് സ്തുതിക്കണം എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. നൃത്തം ചെയ്ത് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ 2 ശമൂവേൽ 6:16 പറയുന്നുണ്ട്. 2 ശമൂവേൽ 6:16 എന്നാൽ യഹോവയുടെ പട്ടണം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീകൾ കിളിവാതിലിൽ കൂടി നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടു തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. ഇതാണ് ദാവീദ് രാജാവായിട്ട് പോലും പെട്ടകം വന്നപ്പോൾ ആ പല പൊസിഷനിലെ മറന്നിട്ട് ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ കുതിച്ചു ചാടി ദൈവത്തെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ എന്തോ അർഹിക്കാനുണ്ട് നമുക്ക്. നമ്മൾ ഈ ആലയത്തിൽ വന്ന് ദൈവസന്നിധിയിലാണെന്നുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. നമ്മുടെ ഇന്നലകളെ മറന്ന് ഇന്ന് വരെയുള്ള നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ തന്നെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. താഴ്മയുള്ളവരെ ഒരുപക്ഷെ മറ്റുള്ളവർ അംഗീകരിക്കില്ല. പക്ഷെ താഴ്മയുള്ളവരെ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു നമ്മുടെ ദൈവം. നമ്മളെ താഴ്മയുള്ളവരെ അലങ്കരിക്കുന്നവനാണ്. രക്ഷ കൊണ്ട് അലങ്കരിക്കുന്ന ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കുന്നു, ശയ്യകളിൽ ഘോഷിച്ച് ഉല്ലസിക്കുന്നു എന്നാണ് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കുന്നു, അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കുന്നു. ഭക്തന്മാർ നമ്മുടെ രക്ഷ കൊണ്ട്, നമ്മുടെ ദൈവം തന്ന രക്ഷ കൊണ്ട് അവർ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. സിജോ ബ്രദർ പറഞ്ഞായിരുന്നു, ഞാൻ ഇരുവായ്ത്തലയുള്ള വാളിനെ പറ്റി പറഞ്ഞായിരുന്നു. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കി. പക്ഷെ എനിക്ക് അന്ന് തോന്നി ഇതെന്തുവാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിലും പക്ഷെ ഇതെന്തുവാണെന്നൊരു മനസ്സിലൊരു ഊഹമില്ലായിരുന്നു. അതെനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്നു. ഇരുവായ്ത്തലയുള്ള വാൾ, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ദൈവമക്കൾക്ക് 2 ആയുധങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2 ആയുധങ്ങളാണ് തന്നിരിക്കുന്നത്. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ച. ഒന്ന് വായിൽ ദൈവത്തിന്റെ പുകഴ്ച, രണ്ടാമത്തത് ഇരുവായ്ത്തലയുള്ള വായുകൾ. അതിനകത്തില് 2 ദിനവൃത്താന്തം 20:21 പറയുന്നുണ്ട്, പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് ശുകാലങ്കാരം ധരിച്ചു സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അതാണ് നമ്മുടെ വായിൽ പുകഴ്ചയാണ്. നമ്മൾ പാട്ടുപാടി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുകയാണ് വായു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നു, അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളുകൾ. അത് എബ്രായർ 4:12 പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യമജ്ജകളെയും വേർപിടിവിക്കും വരെ തുറച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എഫേസ്യർ 6:17 പറയുന്നുണ്ട് ഇരുവായ്ത്തലയുള്ള വാളിനെ പറ്റി. സ്തോത്രം. ഇരുവായ്ത്തലുള്ള വാളെന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്. ഈ ഇരുവായ്ത്തലുള്ള വാളുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ തിരുവചനത്തിൽ കൂടിയാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ വായു കൊണ്ട് പുകഴ്ചയും വേണം. നമ്മുടെ തിരുവചനത്തിൽ വരുന്ന ആ ആയുധം കൊണ്ട് നമ്മൾ ആയുധം ധരിക്കുകയും വേണം. അതായത് നമ്മളൊരു മറ്റുള്ളവർക്കൊരു ദോഷമായിട്ട് തോന്നുന്നെങ്കിൽ, മറ്റുള്ളവരുമായിട്ട് ഒരു പിണക്കം തോന്നുന്നെങ്കിൽ നമ്മൾ പകരം വീട്ടുകയല്ല വേണ്ടത്. നമ്മൾ ഈ ദൈവത്തിൽ കൂടിയുള്ള നമ്മുടെ ഈ ആരാധനയിൽ കൂടി, നമ്മുടെ തിരുവചനത്തിൽ കൂടിയുള്ള അതുകൂടെയാണ് നമ്മൾ നിവർത്തിക്കേണ്ടത്. തിരുവചനത്തിൽ അങ്ങനെ പറയും, ദൈവം നൽകിയിരിക്കുന്ന 2 ആയുധങ്ങളാണ്. ഒന്ന് പുകഴ്ച, ഒന്ന് വായ കൊണ്ടുള്ള ദൈവത്തിന്റെ പുകഴ്ചയും, രണ്ടാമത് ഇരുവായത്തിലുള്ള തിരുവചനവും. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പു വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിന് എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ. നമ്മളല്ല ഈ വിധി വിധിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. നമുക്ക് തന്നിരിക്കുന്ന ഈ പവർ, നമുക്ക് തന്നിരിക്കുന്ന തിരുവചനം വായിച്ചിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന നമ്മളുടെ കാര്യങ്ങൾ മുൻപോട്ട് ബാക്കി ദൈവം നടത്തിക്കോളൂ. നമ്മൾ പകരം വീട്ടുകയല്ല ചെയ്യുന്നത്, മറ്റുള്ളവരോട് ദ്വേഷിക്കുകയല്ല വേണ്ടത്. പ്രതികാരം ചെയ്യുകയല്ല. 2 ആയുധങ്ങൾ, അതായത് മെയിനായിട്ട് 2 ആയുധങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. ഒന്ന് പുകഴ്ച, ഒന്ന് വായു കൊണ്ടുള്ള പുകഴ്ച, ഒന്ന് ഇരുവായ്ത്തലയുള്ള
വാള്. അതും അവൻ്റെ സർവ്വഭക്തന്മാർക്കും ബഹുമാനമാവുന്നു. യഹോവയെ സ്തുതിപ്പി. നമ്മളെ അല്പസമയം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഇന്നലെ വരെ അല്ലെ ഇന്ന് വരെ നമുക്ക് ചെയ്ത അത്ഭുതങ്ങൾ ഇന്ന് ആ പാട്ട് പാടിയപ്പോൾ നെഞ്ച് തകർന്നു പോയി എന്നുള്ള, എനിക്കല്ലാതെ ആരുമില്ല, എൻ്റെ മാർവിടത്തിൽ ചാരുക, എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയോളം ചെയ്ത നന്മകളെ നമ്മളൊന്ന് സന്തോഷിച്ച് ദൈവത്തിൽ നിന്ന് ആനന്ദിക്കുക. ഒരു സെക്കൻഡ് നമ്മളുടെ സകല പാപങ്ങളും വിട്ടുപോയെന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ നമുക്ക് തന്നിരിക്കുന്ന രക്ഷ എന്താവുന്നു? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മകളെ ഓർത്താൽ, നന്മകൾ പറയാൻ, ദൈവം തന്ന നന്മകളെ എത്ര സ്തുതിച്ചാലും മതിവരത്തില്ല. അതുപോലെയാണ് ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ഇന്നലെ വരെ പ്രാണൻ പോകാമായിരുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം ദൈവം നമുക്ക് ഇത്രത്തോളം വിടുതൽ തന്നു. നമ്മൾ ആശുപത്രികളിലും രോഗക്കിടകളിലൊക്കെ പോയി നോക്കണം. ദൈവം അല്ല ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊന്നും നമുക്ക് ദൈവം തന്നിട്ടില്ല. ദൈവം അത്ഭുതവാൻ, എന്ത് അത്ഭുതവാനാണ്. ദൈവത്തെ അറിയുന്നവർക്ക് രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ വാക്യങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.